എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ വെള്ളയപ്പത്തിനുള്ള ഒരു സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഗ്രീൻ പീസ് തലേദിവസം അര ഗ്ലാസ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് 4 പച്ചമുളക്, 2 സവാള, 1 ഉരുളൻകിഴങ്ങ്, 1 ക്യാരറ്റ്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് നുറുക്കി നമുക്ക് കറി ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ഗ്രീൻ പീസ് കുക്കറിലിട്ടു, പിന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തു. ഇനി ഇത് നമ്മൾ കുക്കറിലേക്ക് ഇടാം. അരിഞ്ഞ് വെച്ചിരുന്ന കഷ്ണങ്ങൾ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കുക്കറിലിട്ടു. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. ഇത് തേങ്ങാപ്പാലാണ്. ഇതിപ്പോൾ ഉപ്പിട്ട് നമ്മൾ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച്, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ച് നമ്മൾ വേവിക്കാം. അങ്ങനെ നമ്മൾ അടച്ച് വെച്ചു. അങ്ങനെ നമ്മളുടെ സ്റ്റൂവിൻ്റെ വേവിക്കാൻ വെച്ചതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കത് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. നമ്മൾ ഒരു വലിയ മുറി നാളികേരത്തിൻ്റെ പാല്, ഒരു വലിയ മുറി നാളികേരത്തിൻ്റെ പാല് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പാൽ ഒഴിച്ചിട്ട് കറി ഒന്ന് ചെറിയൊരു കുമിളകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് കടുക് താളിച്ച് ഒഴിക്കാം. ഞങ്ങൾ കടുക് താളിച്ചല്ല ഒഴിക്കാം. ഞങ്ങൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പത്തേനും നൂലപ്പത്തേനും പിന്നെ എല്ലാ എന്താ പറയുക ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. കണ്ട ഇതേപോലെ തിള വന്നാൽ മതി. നന്നായി വെട്ടി തിളയ്ക്കാൻ പറ്റില്ല, തേങ്ങാപ്പാൽ ഒഴിച്ചതല്ലേ. അപ്പോൾ ഇതേപോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തീ ഓഫാക്കാം. നല്ല രുചികരമായ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ നമുക്കിതിന് കട്ടിയാവും. അങ്ങനെ നമ്മളെ അപ്പത്തിരിക്കുള്ള രുചികരമായ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.